എൻ്റെ പേര് റിയാസ്. SR അലുമിനിയം ഫാബ്രിക്കേഷൻ, കോട്ടായി, ഓടനൂര്. 18 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷോപ്പ് ഇട്ടിട്ട് വന്നിട്ട് 12 വർഷമായിട്ടുള്ളൂ. അന്ന് സാധാ ക്യാബിനറ്റും PVC ഡോറിൽ നമ്മള് കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനത്തെ വർക്കുകളായിരുന്നു. സൂപ്പർ സ്ലൈഡിങ്. ഇപ്പോൾ ഫാബ്രിക്കേഷനിൽ വന്നിട്ട് നമ്മൾ ആൾ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നുണ്ട്. TV യൂണിറ്റ് പുതിയ മോഡലായിട്ട് ഡിസൈൻ ആയിട്ട്, അതേപോലെ ഷോ കേസ്, ലൈറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് പുതിയ മോഡലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കിച്ചൺ വന്നിട്ട് ഫുൾ സെറ്റ് ആക്സസറീസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്കോന്റെ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വാർഡ്രോപ്പ് പുതിയ മോഡൽ മൾട്ടിവുഡിൽ എങ്ങനെയാണോ നമുക്ക് ഒരു ഫോട്ടോ ഗൂഗിളിൽ അവർക്ക് ഇഷ്ടമുള്ള ഇത് എടുത്തു തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്ത് കൊടുക്കും. ഏത് മോഡലാണെങ്കിലും നമ്മൾ ആ രീതിക്ക് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫാബ്രിക്കേഷനിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാ വർക്കും ഇന്റീരിയർ കംപ്ലീറ്റ് വർക്ക് എടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം ലിങ്ക് ചെയ്തിട്ട് സ്റ്റീൽ ഫാബ്രിക്കേഷൻ, മൾട്ടിവുഡിന്റെ വർക്ക്, അതേപോലെ ഗ്രില്ലിന്റെ വർക്ക്, വെൽഡിങ്ങിന്റെ വർക്ക്, പ്ലംബിങ്ങിന്റെ വർക്ക്, എല്ലാ വർക്കും നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ടും പുതിയ വീടിന്റെ വർക്കിന് നമുക്ക് വരുന്നുണ്ട്. പഴയതിന് നമ്മള് ചില വീടുകളിലൊക്കെ വന്നിട്ട് നമ്മൾ ഈ ചതൽ പിടിച്ചിട്ട് അവർ മാറ്റിയിട്ട് നമ്മൾ പുതിയ മോഡലാക്കി ചെയ്യുന്നവരുണ്ട്. പിന്നെ നമ്മുടെ പഴയ മോഡൽ ഫാബ്രിക്കേഷനിൽ തന്നെ പഴയ മോഡലിനെ അത് മാറ്റി പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യണവരും ഉണ്ട്. നമ്മൾ സൈറ്റ് നോക്കും, അതിന്റെ മെഷർമെന്റ് എടുക്കും. പിന്നെ അവർക്ക് മോഡൽ ഏതാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ മെറ്റീരിയൽ, ലേബർ എങ്ങനെ വരുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ റേറ്റ് പറഞ്ഞു കൊടുക്കും. മോഡൽ കാണിച്ചു കൊടുക്കും. മോഡൽസ് നമുക്ക് കുറെ കാണിച്ചു കൊടുക്കും. പക്ഷെ അവർക്ക് അത് വൃത്തിയല്ല എന്നുണ്ടെങ്കിൽ അവർ നെറ്റിൽ കയറിയിട്ട് ഇപ്പൊ നമുക്ക് ഗൂഗിളിലൊക്കെ കയറിയിട്ട് അവർ എടുത്തു തരുന്ന ഫോട്ടോസ് അനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. എങ്ങനെ മോഡൽ വരുന്ന ആ മോഡലിൽ തന്നെ ചെയ്തു കൊടുക്കും. ഇപ്പൊ ഓരോ മോഡൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. നമ്മൾ മുമ്പ് വന്നിട്ട് ഇപ്പൊ ഈ ഫാബ്രിക്കേഷൻ പറയുമ്പോൾ ഓരോ പഴയ മോഡലിൽ വന്നിട്ട് ഈ ക്യാബിനറ്റ് ഒക്കെ ഈ ഷീറ്റ് കമ്മിയും അലുമിനിയം കൂടുതലായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ മോഡൽ വന്നിട്ട് നമുക്ക് ഏത് കളർ ഷീറ്റാണോ ഇടുന്നത് അതിന് മാച്ച് ആയിട്ടുള്ള അലുമിനിയത്തിന്റെ മെറ്റീരിയൽ ഇറങ്ങുന്നുണ്ട്. ഗൾഫ് മോഡൽ വന്നിട്ട് അത് നമുക്ക് ഒരു ആകെ 1 mm ഒരു തിക്നെസ് മാത്രമാണ് അലുമിനിയം കാണുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഷീറ്റ് കവർ ചെയ്യാം. പിന്നെ സെയിം കളറിലെ മറ്റേ മെറ്റീരിയൽ വരുന്നത് കൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള മൾട്ടിവുഡിൽ ചെയ്ത് അതേ ഇതിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വർക്കിന് ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത്, അവർക്ക് പാർട്ടിക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇപ്പോ നമുക്ക് അലുമിനിയം വന്നിട്ട് വാട്ടർ പ്രൂഫ് ആണ്. നമുക്ക് അതിൽ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഷീറ്റിന് നമുക്ക് ഗ്യാരണ്ടി ഷീറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി അത് റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും. 10 വർഷത്തോളം നമുക്ക് ഇതിന് റീപ്ലേസ്മെന്റ്, ഷീറ്റിന് റീപ്ലേസ്മെന്റ് ഉണ്ട്. അത് ഓരോ വർക്കിനനുസരിച്ചിരിക്കും. നമ്മളിപ്പോ വലിയ കിച്ചണും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10 സൈസില് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അക്സസറീസ് നമ്മൾ എന്തൊക്കെ വരുന്നുണ്ടോ അതിൽ എങ്ങനെയാണ് വർക്ക്. ഇപ്പൊ ചിലവർ വന്നിട്ട് സ്ലാബ് ഇട്ടിട്ടായി നമുക്ക് ഔട്ടർ മാത്രം ഉണ്ടാവും. ചിലവർ വന്നിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ബോക്സ് ടൈപ്പ് ആയിട്ട് തന്നെ ഫുൾ ബോക്സ് ടൈപ്പ് ആയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ സ്ക്രൂസും കാര്യങ്ങളും കാണാത്ത പോലെ നമ്മൾ റൂട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയും വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നോർമലി PVC ഡോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, FRP ഡോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രെയിം ഉണ്ടാക്കി മെഷർമെന്റ് എടുത്തിട്ട് വന്നിട്ട് ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിന് മെഷർമെന്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ളത് കറക്റ്റായിട്ട് കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കും. ഇതിക്ക് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വാറന്റി വരിക. പിന്നെ അക്സസറീസ് ഒക്കെ വന്നിട്ട് നമുക്ക് 1 year വാറന്റി കിട്ടുള്ളൂ. പിന്നെ ഷീറ്റ് വന്നിട്ട് നമ്മള് കമ്പനി ബേസ്ഡ് ആണ് ഷീറ്റ് നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അതില് കെമിക്കല്, മറ്റേ ആസിഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോ നമുക്ക് അതിന്റെ അവർ വന്ന് നോക്കി അതിന് ശേഷം നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്കിപ്പോ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളൊന്നും വരാനില്ല. നല്ല രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊക്കെ സോഫ്റ്റ് ക്ലോസർ വന്നു കഴിഞ്ഞു, വെള്ളിയാണ് പോയി അടയുന്നത്, അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. നല്ല സാധനങ്ങൾ, ഹെവി സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതില് അങ്ങനത്തെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇപ്പൊ നിലവിൽ വരുന്നില്ല. അൾജീരിയന്റെ ഓപ്പൺ വിൻഡോ സ്ലൈഡിങ് ഇപ്പൊ നമ്മ ഈ സിറ്റ് ഔട്ടില്, അതേപോലെ ബാൽക്കണിയിലൊക്കെ നമ്മ വലിയ വിൻഡോസ് കാര്യങ്ങളൊക്കെ ടഫൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വിൻഡോസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അൾജീരിയന്റെ ഹെവി മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് അതില് വരുന്നത്. ഞാൻ മുമ്പ് വന്നിട്ട് സൂപ്പർ സ്ലൈഡിങ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പണ്ടത്തെ കാലത്തൊക്കെ. ഇപ്പൊ വന്നിട്ട് നമുക്ക് അൾജീരിയന്റെ UPVCന്റെ സെയിം മോഡലായിട്ട് തന്നെ നമുക്ക് ഏത് കളേഴ്സ് ആണെങ്കിലും നമുക്ക് ചൂസ് ചെയ്തിട്ട് അലുമിനിയത്തില് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ ടഫൻ ഗ്ലാസ് ഒക്കെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ടഫൻ ഗ്ലാസ് അതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് അത് സ്ലൈഡിങ് ആണെങ്കിലും ഓപ്പൺ വിൻഡോ ആണെന്നുണ്ടെങ്കിലും അൾജീരിയയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ചില ഇത് വന്നിട്ട് നമുക്ക് എഞ്ചിനീയർമാരുണ്ട് കുറച്ച് പേര്, അവര് നമുക്ക് 3D അയച്ചു തരും. അപ്പൊ ആ മോഡല് നമ്മൾ അനുസരിച്ചിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. മോസ്കിറ്റോന്റെ വന്നിട്ട് നമ്മള് സാധാ ജനൽപ്പാളിയായിട്ട് ചെയ്ത് കൊടുക്കലുണ്ട്.
അതേപോലെ സ്ലൈഡിംഗ് ആയിട്ട് ചെയ്തു കൊടുക്കലുണ്ട്. ഓരോരോ വീട്ടിന്റെ അനുസരിച്ചിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മ എങ്ങനെയാണോ അവർക്ക് വേണ്ടത് അവിടുത്തെ ആ സ്ഥലത്തിന് എങ്ങനെയാണോ അനുയോജ്യമായിട്ട് ഇരിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. UPVC വന്നിട്ട് PVCന്റെ ഹൈ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ഇപ്പോ അധികവും ചെയ്യുന്നത് GIന്റെ ഇരുമ്പിന്റെ ഇട്ടിട്ടാണ് നമ്മൾ അധികം ഇപ്പോ സ്റ്റെയർ കേസ് ചെയ്തിരുന്നത്. ഇരുമ്പിന്റെ ഇട്ടിട്ട് പിന്നെ ഗ്ലാസ് സൈഡ് വന്നിട്ട് നമ്മൾ ഗ്ലാസിന്റെ ടഫൻ ഗ്ലാസ് ഇട്ടിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് പഴയ ഇതിന് മുമ്പൊക്കെ വന്നിട്ട് സ്റ്റീലിന്റെ ഇതിലായിരുന്നു സ്റ്റെയർ കേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാർത്തിട്ട് അതിന്റെ സൈഡിൽ മാത്രം സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. സിറ്റ് ഔട്ടിൽ അതേപോലെ ഹാൻഡ് റെയിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റീലിന്റെ വർക്ക് ഇരുമ്പിലാണെങ്കിൽ ഇരുമ്പിന്റെ ഗ്ലാസിന്റെ വർക്ക്, അതേപോലെ ഷോപ്പുകളിൽ നമ്മൾ പാർട്ടീഷൻ 12 ഗ്ലാസ് അങ്ങനെ പാർട്ടീഷൻ വർക്ക് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്തു തരുന്നുണ്ട്. ഇപ്പോ നിലവിൽ നമ്മുടെ സ്ഥിരം വർക്കേഴ്സ് ആയിട്ട് 4 പേരുണ്ട്. അതല്ലാണ്ട് പിന്നെ നമുക്ക് അർജന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ വർക്കേഴ്സ് ഒക്കെ നമ്മുടെ കൂടെ തന്നെ വരും വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ എല്ലാത്തിനും ഫുൾ ആയിട്ട് ഇപ്പോഴും. സ്റ്റീൽ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ സ്റ്റെയർ കേസിനൊക്കെ വരുന്നത്. പിന്നെ വെൽഡിങ് പറയുമ്പോൾ നമ്മൾ ഗേറ്റ്, അതേപോലെ റൂഫ് വർക്ക്, ഇരുമ്പിൽ തന്നെ സ്റ്റെയർ കേസ്, അതൊക്കെ വന്നിട്ട് നമ്മൾ എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് തന്നെ എല്ലാവരുടെയും കൂടിയിട്ട് ഇൻക്ലൂഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫാബ്രിക്കേഷൻ മാത്രമാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മൾ ഇന്റീരിയർ കംപ്ലീറ്റ് വർക്ക് എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് ചെയ്യും. അവര് വർക്ക് കിട്ടുമ്പോൾ നമ്മളെ വിളിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും നമ്മൾ ചെയ്തു കൊടുക്കും. അവർക്ക് പിന്നെ വേറെ ഒരു പാർട്ടിനെ അന്വേഷിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കെയർ ഓഫിലാകുമ്പോൾ നമുക്ക് എന്തായാലും അവർക്ക് ഉറപ്പ് കൊടുക്കുമല്ലോ. അവരപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിളപ്പുറത്ത് നമ്മൾ ഉണ്ടാവും. അതുകൊണ്ട് മറ്റേ നമ്മൾ കൊണ്ടുവിടുന്ന ആൾക്കാരനെ വിശ്വസിച്ച് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാം. പാലക്കാടാണ് അധികം വർക്കുകൾ വരാറുള്ളത്. പിന്നെ തമിഴ്നാട് പോയി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്ത നെക്സ്റ്റ് മന്ത് വന്നിട്ട് ഇനി വീണ്ടും തമിഴ്നാട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. പാലക്കാട്ടിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടുകാരന്മാർ തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് ഈ വർക്കിന്റെ ഈ തിരക്ക് കാരണം ഞാൻ ഓരോന്നോരോന്ന് ഇന്റീരിയറിന്റെ മെയിൻ ആയിട്ട് അലുമിനിയത്തിന്റെ വർക്ക് മാത്രമേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള വർക്ക് വന്നിട്ട് നമ്മള് കൂട്ടുകാരന്മാർ തന്നെയാണ്. അപ്പൊ അവര് എന്തെങ്കിലും വർക്ക് വരുമ്പോൾ നമുക്ക് തരുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവർക്കും പ്ലെയിൻസ് കർട്ടൻ ആണെങ്കിലും ശരി, സാധാ കർട്ടൻ, നോർമൽ കർട്ടന് അതെല്ലാതും ഫിറ്റ് ചെയ്ത് കൊടുക്കും. അത് ഉണ്ടാവാറുണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ട് എല്ലാം പാർട്ടിന്റെ അടുത്ത് ആദ്യം തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവർക്ക് എങ്ങനത്തെയാണോ മെറ്റീരിയൽ വേണ്ടത്, ഏത് കളറാണോ ആ കളർ നമുക്ക് ഇന്ന ദിവസം കോട്ടിങ് ചെയ്തിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടും. ഏത് ഷീറ്റാണോ, മാറ്റ് ഫിനിഷ് ആണോ അതോ ഗ്ലോസി ആണോ, എങ്ങനത്തെ ഷീറ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ളത് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. ഇത്ര ദിവസത്തിൽ ചെയ്തു തരാം. ആ ദിവസത്തിനുള്ളിൽ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്തു. നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുക. ആ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് വേറെ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ നല്ല അഭിപ്രായങ്ങള്, കാര്യങ്ങള്, അവരുടെ സപ്പോർട്ടാണ് നമുക്ക് പിന്നീടുള്ള ഓരോരോ മുന്നോട്ട് പോകാനുള്ള ഘടകം വന്നിട്ട് അവരുടെ സപ്പോർട്ടാണ്. അവര് വർക്ക് നമ്മൾ പറയുമ്പോഴാണ് ഓരോ ഭാഗത്ത് നമ്മൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എഞ്ചിനീയർമാരാണെന്നുണ്ടെങ്കിൽ അവര് ഓരോ അടുത്ത സൈറ്റിന് നമ്മളെ നല്ല ക്വാളിറ്റി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അടുത്ത സൈറ്റിക്ക് ഓരോ സൈറ്റിക്കായിട്ടും പിന്നെ അവരുടെ ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ ലിങ്ക് ആയിട്ട് നമുക്ക് വർക്ക് കിട്ടുന്നതും ഒക്കെ ആ മുഖാന്തരമാണ്. അവന്റെ സാറ്റിസ്ഫിക്കേഷനാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിൽ നല്ല സാധനങ്ങൾ ഇട്ടിട്ട് എല്ലാവർക്കും നല്ല രീതിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക. ഈ വർക്കിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം കൊണ്ടുവരിക. നമ്മുടെ ഫീൽഡിലുള്ളവർക്ക് മെയിൻ ആയിട്ട് നമുക്ക് വർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക. ഈ ഫീൽഡിലുള്ള എല്ലാവരും നല്ലൊരു ഈ ഫാബ്രിക്കേഷൻ പറയുമ്പോൾ നമുക്ക് ഒരു പുച്ഛിച്ച് തള്ളാത്ത പോലെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയിലുള്ള വർക്കായിട്ട് മാറ്റുക. ഫാമിലിയിലെ അച്ഛൻ, അമ്മ, ഭാര്യ, 2 കുട്ടികള്. ഇതില് നമുക്ക് 4 ഒന്നിന്റെ സെക്ഷൻ വെച്ചിട്ട് ലൂവർ ഷീറ്റ് വെച്ചിട്ട് പാനലിംഗ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് അതില് PVCന്റെ വാൾ പാനലിംഗ് ഇപ്പോൾ കുറെ ഡിസൈൻസ് അവൈലബിൾ ആണ്. അതേപോലെ WPCയിൽ അവൈലബിൾ ആണ്. വാൾ പാനലിംഗ് ഇപ്പൊ എല്ലാവരുടെയും ഇപ്പൊ റൂമുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനാണെങ്കിലും ഹാളില് ഡെക്കറേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതേപോലെ സിറ്റ് ഔട്ട്, അതേപോലെ ഇപ്പൊ ഫ്രണ്ടിലേക്ക് ഉള്ളത് ഇപ്പൊ അവൈലബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ മോഡലായിട്ട് നമ്മൾ ഈ ലൂവേഴ്സിന്റെ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. TV യൂണിറ്റിലേക്ക് ഈ വാൾ പാനലിംഗ് വന്ന TV യൂണിറ്റിലേക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യും. അതേപോലെ വാഷ് ബേസിനിലേക്ക് യൂസ് ചെയ്യും. പിന്നെ മെയിൻ ആയിട്ട് വാൾ പാനലിംഗ് ഷീറ്റാണ്. അത് ചില നമ്മൾ പെയിന്റിങ് ചിലവിടെയൊക്കെ ഈ പെയിന്റിംഗ് ഒക്കെ അടന്നു വരല് പിടിക്കില്ല അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ വന്നിട്ട് ഈ വാൾ പാനലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അത് കംപ്ലീറ്റ് കുറെ കാലത്തേക്ക് അത് അവിടെ തന്നെ കടന്നോളും. നമുക്ക് പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല, ഒന്നിന്റെയും ആവശ്യമില്ല. അവിടെ സ്ക്രൂ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കും. ഗ്ലാസ് വർക്കിന് വന്നിട്ട് 12 ഗ്ലാസിന്റെ വർക്ക്
പാർട്ടിഷൻ വർക്ക്, പിന്നെ ഈ അൾജീരിയൊക്കെ പിന്നെ ഗ്ലാസ് വർക്കിന്റെ തന്നെ പഠിച്ചു. നമ്മൾ ഹൈറ്റിൽ ഓരോ സൈറ്റിൽ വന്നിട്ട് നമ്മൾ 16 അടി വീതിയിൽ 8 അടി ഹൈറ്റിൽ ഒരു വിൻഡോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 സൈസിലാണ് നമുക്ക് സ്ലൈഡിങ്, അൾജീരിയനെ സ്ലൈഡിങ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, 2 ഷട്ടറായിട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് എങ്ങനെയൊക്കെ പുതിയ മോഡലിലേക്ക് നമ്മൾ ഈ ഫാബ്രിക്കേഷനെ കൊണ്ടുവരാന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയൊക്കെ മോഡലായിട്ട് അപ്പൊ അവർ കാണിച്ചു തന്നു കഴിഞ്ഞാലും നമ്മൾ അത് ഏറ്റെടുത്തിട്ട് ആ വർക്ക് എങ്ങനെയാണോ ഫിനിഷിംഗ് അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും, മാക്സിമം എത്രത്തോളം ഫിനിഷിംഗ് അവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രത്തോളം ഫിനിഷിംഗോടുകൂടി നമ്മൾ അവർക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ കുറെ വർക്ക്സ് ഒക്കെ നമ്മൾ അതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിന്റെ അതേ മോഡൽ ഇപ്പൊ ആൾക്കാർ കണ്ടു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൾട്ടിവുഡിൽ ചെയ്തതാണെന്നുള്ള ആ മോഡലിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വർക്ക് അധികം നമുക്ക് ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ തന്നെയാണ് അധികം വർക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടൈൽസിന്റെ പണിയും പെയിന്റിങ്ങിന്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു ടച്ചപ്പിന് മുമ്പായിട്ടാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യല്. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ മെറ്റീരിയൽ അധികം ഡസ്റ്റിങ് കാര്യങ്ങളൊന്നും ആവാണ്ട് ഫുൾ ഫിനിഷിംഗോട് കൂടിയിട്ട് നമുക്ക് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് പാലക്കാട് ജില്ലയില് മങ്കര റോഡ്, പാലക്കാട് മങ്കര റോഡ്, കോട്ടായി റോഡ്, കൂടൂര് കോട്ടായി റോഡ്, എൽജിന്റെ സമീപം ആണ് എന്റെ ഷോപ്പ് ഉള്ളത്. ഇതിന്റെ നിയറസ്റ്റ് ആയിട്ടുള്ളത് വന്നിട്ട് ഹുലു ബേക്കറി ഉണ്ട്, അതിന്റെ നിയറസ്റ്റ് ആയിട്ടാണ്. അതേപോലെ RV ടേക്ക് വേ, അതിന്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. SR ഫാബ് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ഇത്. ഇന്റീരിയർ വർക്ക്, എക്സ്റ്റീരിയർ വർക്ക്,